റോഷി, ഇത് 1-2 പ്രാവശ്യം ഒന്നല്ല, കൊറേ ആയി തന്നെ. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനാ ചെയ്യാൻ നിക്കണേ? നിന്റെ ഇഷ്ടം മാത്രം നോക്കി ഞാൻ എങ്ങനെ ജീവിക്കുക ശ്രുതി? എല്ലാം നീ പറയുമ്പോൾ തന്നെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയോ? ഓ പിന്നെ, എല്ലാം ഞാൻ പറയണ പോലെ ചെയ്യണ ഒരാളാ. ഞാൻ എന്താ ചെയ്യാത്ത? ഞാൻ പറയണ എന്ത് കാര്യം നീ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് റോഷ. അതൊക്കെ സംസാരിച്ച് ചായ കൂടി ആൾക്കാർ കേൾക്കുന്നു. എന്നെ നീ കുടിപ്പിക്കണ്ട, നീ എന്തേലും ചെയ്യ, ഞാൻ പോവാണ്. എന്നാ പോ. ഹലോ, രണ്ടെണ്ണൊക്കെ ഉണ്ടല്ലേ, ഇവിടെ ഒന്നെന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാ ബ്രോ? ചായ കുടിച്ചോ? ഇല്ല. കുടിയാ. എടാ നിനക്ക് ഇപ്പോൾ എത്ര ഏജ്? 22. 22. എന്നാ ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. നോ. ഇപ്പോൾ നമുക്കൊരാളുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി പറയാൻ പറ്റിയ വേറെ ആളും കൂടെ ഉണ്ടെങ്കിലോ ഒരു സെക്കൻഡ് ഓപ്ഷൻ നന്നായിരിക്കും. അടിപൊളിയാവില്ലേ? എനിക്ക് എൻ്റെ ലൈഫിൽ എപ്പോഴും സെക്കൻഡ് ഓപ്ഷൻ എൻ്റെ ഫ്രണ്ട്സാണ്. തെളിയും നിൻ മുഖം കഥ പറയും, വേർപാടിൻ വേനൽ എരിയും മേലെ അതിൽ. നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതൊക്കെ ഓപ്പണായിട്ട് പോയി പറയാൻ പറ്റുക ഒരു ഫ്രണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ വേണം എന്ന സെക്ഷൻ. ചിരിയെ കാണാക്കാറ്റായി മറയാതെ കൂടി കൂടി തുടിച്ചും പാടി പാടി പറഞ്ഞും നീറും മൗനം പകരാതെ. അപ്പം നീ കുടിക്ക്, പോട്ടെ, ബൈ. എവിടെ വെച്ച് കാണാം. ദിനം കാണാക്കയം വീഴും അതിൽ അവിടെ നീ എവിടെ? ആഴും എവിടെ ഷോപ്പിലോട്ടൊന്ന് വരും. ആടാ, ഓക്കെ. ആ, നമുക്കൊരു ചായ അടിച്ചിരിക്കാം. ശരിയടാ, ശരി.